നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലെ കേരളത്തിലെ നദികൾ എന്ന പങ്ക്തിയിലെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ 12ാമത്തെ സ്ഥാനത്തുള്ള നദിയായ മണിമലയാറിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തെക്ക് മധ്യ കേരളത്തിലെ 92 കിലോമീറ്റർ നീളമുള്ള നദിയാണ് മണിമലയാർ. ഇടുക്കി ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുത്തവറ മലനിരകളിൽ നിന്നുമാണ് മണിമലയാറിൻ്റെ ഉത്ഭവം. പമ്പ നദിയുടെ ഒരു പോഷക നദിയാണ് മണിമലയാർ എങ്കിലും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഇതിനെ ഒരു പ്രത്യേക നദിയായി കണക്കാക്കപ്പെടുന്നു. ഉത്ഭവസ്ഥാനത്ത് പുല്ലകയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നദി എരുമേലിക്ക് സമീപമുള്ള കൊരട്ടിയിൽ എത്തുമ്പോൾ കൊരട്ടിയാർ എന്നും അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ വിഷഗ്ന എന്നൊരു പേരും ഈ നദിക്കുണ്ട്. മണിമലയാർ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൂടെ ഒഴുകി ആലപ്പുഴ ജില്ലയിലെ ചിത്തിരപ്പള്ളിയിൽ വെച്ച് വേമ്പനാട് കായലിൽ ചേരുന്നു. ഏന്തയാർ, കുട്ടിക്കൽ, മുണ്ടക്കയം, കൊരട്ടി, എരുമേലി, ചെറുവള്ളി, മണിമല, കോട്ടാങ്ങൽ, കുളത്തൂർമൂഴി, വായ്പൂർ, മല്ലപ്പള്ളി, തുരുത്തിക്കാട്, വെണ്ണിക്കുളം, കല്ലൂപ്പാറ, കവിയൂർ, തിരുവല്ല, നീരേറ്റുപുറം, ചക്കുളത്തുകാവ്, മുട്ടാർ, തലവടി, പുളിങ്കുന്ന്, മങ്കൊമ്പ് എന്നീ പട്ടണങ്ങൾ മണിമലയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പയുടെ കൈവഴിയായ കോലറയാർ മണിമലയാറിൻ്റെ കൈവഴിയിൽ നിരണത്ത് വെച്ച് ചേരുന്നു. പമ്പയുടെ ഒരു പ്രധാന കൈവഴി കടപ്ര കീച്ചേരി വാൽക്കടവിൽ വെച്ച് മണിമലയാറിൽ ചേരുന്നു. മണിമലയാറിന് തീരത്തെ കവിയൂരിൽ പുരാതന ശിലാക്ഷേത്രങ്ങൾ ഇപ്പോഴും കാണാൻ കഴിയുന്നു. തിരുവല്ലയാണ് മണിമലയാർ നദീതീരത്തെ ഏറ്റവും വലിയ പട്ടണം. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത് തുകലശ്ശേരി വഴി ഒഴുകുന്ന മണിമലയാറിൻ്റെ കൈവഴിയിലാണ്. അതുപോലെ ആറന്മുള വള്ളംകളിയിലും വള്ളസദ്യയ്ക്കും നിലവിൽ പങ്കെടുക്കുന്ന 52 പള്ളിയോടങ്ങളിൽ വെൺപാല കദളിമംഗലം പള്ളിയോടം മാത്രമാണ് മണിമലയാറ്റിലുള്ള ഒരേയൊരു പള്ളിയോടം. ആറന്മുള ശൈലീചുണ്ടൻ വള്ളത്തിനെയാണ് പള്ളിയോടം എന്ന് പറയുന്നത്. പണ്ട് മണിമലയാറ്റിൽ ഇരുവിപേരൂർ, വള്ളംകുളം, ഇരുവള്ളിപ്പറ എന്നീ പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പത്തനംതിട്ടയിലൂടെ ഒഴുകുന്ന മണിമലയാറിൻ്റെ ജലത്തിൻ്റെ അളവും മറ്റും പരിശോധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ വില്ലേജിൽ എം നോർത്ത് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നൽകുന്ന അളവുകൾ പ്രകാരമാണ് നദിയിലെ ജലനിരപ്പ് കണക്കാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നദിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.